റസൂലും സഹാബത്തും ഇമാമിയങ്ങളും നബിദിനം ആഘോഷിച്ചോ? സമസ്ത മുസ്ലിയാർ സിംസാറുൽ ഹഖ് പറയുന്നത് നിങ്ങളൊന്ന് കാണുക. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. റസൂലും സഹാബത്തും ഇമാമിയങ്ങളും ചെയ്തില്ലെങ്കിലും പിൽക്കാലത്ത് നന്മയുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും ചെയ്താൽ അത് ദീനിൽ നമുക്ക് തെളിവാക്കാമോ? മറ്റൊരു സാഹചര്യത്തിൽ സിംസാർ തന്നെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. ഞാര് ചെയ്താലും അത് അവര് ചെയ്തല്ലോ ഇവര് ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആനും അഇമ്മത്തുൽ അർബഅ പഠിപ്പിച്ചു തന്ന ഫിഖഹിന്റെ ഉലമാഉമ അവർ പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും. അവർ പറയാത്തിടത്തോളം കാലം ഇന്നാൾ ചെയ്തില്ലേ അവര് ചെയ്തില്ലേ ഇവര് ചെയ്തില്ലേ അത് ദീനിൽ തെളിവല്ല. അവരും പടച്ചോനായിക്കോട്ടെ. ശരീഅത്തിന്റെ ഒരു നിയമമുണ്ട്. ശരീഅത്തിനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല. ജന്മദിനാഘോഷം മുസ്ലിമിന്റെ രീതിയേയല്ല, ജൂത ക്രിസ്ത്യാനികളുടെ സംസ്കാരമാണത്. അവരോട് സാദൃശ്യപ്പെട്ടാൽ നമ്മളും അവരിൽപ്പെട്ടവരായി തീരും. മറ്റു മതക്കാരെ പിൻപറ്റാൻ പാടില്ല എന്നതിലും സിംസാറിന്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. അതൊക്കെ ഇവിടെ അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലും അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ. നമ്മുടെ ആചാരാണോ അത്? ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാ. നമ്മളെമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ? നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. ഇനിയൊന്ന് ചിന്തിക്കൂ സഹോദര. റസൂലിനും സഹാബാക്കൾക്കും പരിചയമില്ലാത്ത പിൽക്കാലത്ത് വന്ന ഷിയാക്കളുടെയും ജൂത ക്രിസ്ത്യാനികളുടെയും ജന്മദിനാഘോഷ സംസ്കാരം നമ്മുടെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആഘോഷിക്കുന്നത് എത്ര വലിയ അപരാധമാണ്. സത്യം അറിഞ്ഞിട്ടും സ്വീകരിക്കാത്ത ഇത്തരം വഞ്ചകന്മാരായ പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളെ ദീനിൽ നിന്ന് അകറ്റുമെന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കേട്ടു നോക്കൂ. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم.